പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഈ VS-ന്റെ അന്ത്യയാത്ര എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുകൂടി ഞാനൊന്ന് പറയാം. ഇന്നിപ്പോൾ രാവിലെ 9 മണിക്ക് പൊതുദർശനം ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് 9 മണിയോടുകൂടി ആലപ്പുഴ വസതിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് നിലവിലെ നിഗമനം. അതിനുശേഷം രാവിലെ 9 മണി, അതായത് 23-ാം തീയതി നാളെ രാവിലെ 9 മണിക്ക് അദ്ദേഹത്തിൻ്റെ വസതിയിൽ, ആലപ്പുഴ വസതിയിൽ പൊതുദർശനമുണ്ടാക്കും. 10 മണിയോടുകൂടി CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഈ ഭൗതിക ശരീരം എത്തിക്കും. പിന്നീട് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ആലപ്പുഴ കടപ്പുറത്തെ റീക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകമൊരുക്കിയ പന്തലിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം 4 മണിക്ക് ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ പ്രിയപ്പെട്ട സഖാവ് അന്തിയുറങ്ങും. ഇങ്ങനെയാണ് നിലവിലെ ക്രമീകരണങ്ങളൊക്കെ. 9 മണിയോടുകൂടി നമ്മളിപ്പോൾ കാണുന്ന ബിന്നിലിപ്പോൾ നിൽക്കുന്ന വേദിക്കകത്തെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ദർബാർ ഹാളിലേക്ക് എത്തിക്കും എന്നാണ് അറിയുന്നത്. ബിന്നിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ബിന്നിലേക്ക് വരാം. ഇപ്പോൾ പൊതുവേദികളിലൊക്കെ VS അച്യുതാനന്ദൻ എത്തിയാൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, പൊതുവേദികളിലേക്ക് VS അച്യുതാനന്ദൻ എത്തുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു വിപ്ലവ വീര്യം അറിയാതെ തിളച്ചു പൊങ്ങുമെന്ന് അവർ അപ്പോൾ തന്നെ ആർത്തു വിളിക്കാറുമുണ്ട്. നമ്മളിപ്പോൾ കേൾക്കുന്നത് പോലെ കണ്ണേ കരളെ VS കേരളത്തിൻ പൊന്മുത്തേ എന്ന്. അതാണ് ഈ ആവർത്തിച്ച് ഓരോരുത്തരും പറയുന്നത്. VS മരിക്കുമ്പോൾ കേൾക്കുന്ന ഈ കണ്ണേ കരളെ വിളികൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലമൊക്കെയും അദ്ദേഹം എത്തുന്ന എല്ലാ വേദികളിലും കേട്ടിട്ടുണ്ട് എന്ന്. ബിന്നിലെ ഞാനിപ്പോൾ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ഇപ്പോൾ ഈ ബിന്നിലെ പറഞ്ഞതുപോലെ VS വിഭാഗീയതയുടെ കാലത്ത് പോലും വേദിയിലേക്കൊക്കെ എത്തുമ്പോൾ നിശബ്ദത പാലിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നവർ പോലും മുഷ്ടി ചുരുട്ടിയിരുന്നു VS-ന് അഭിവാദ്യം മുഴക്കാനെന്ന്. സേതു അതുതന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ആ സമയത്ത് വിഭാഗീയത അങ്ങേയറ്റമുണ്ടായിരുന്ന സമയത്തൊക്കെ അദ്ദേഹം വേദികളിലേക്ക് എത്തുമ്പോൾ ആ മുദ്രാവാക്യം വിളികൾക്ക് ഒരു മാറ്റമുണ്ടായിരുന്നില്ല. കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിൽ റോസാ പൂവേ എന്നൊക്കെയാണ് ആ മുദ്രാവാക്യമാണ് അദ്ദേഹത്തിന് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ വേദികളിലൊക്കെ, പ്രത്യേകിച്ച് അദ്ദേഹം പ്രസംഗിക്കാൻ വരുന്ന വേദികളിലൊക്കെ ഉണ്ടായിരുന്ന മുദ്രാവാക്യം അത് തന്നെയാണ്. ആ മുദ്രാവാക്യം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ച് ഇപ്പോൾ ഈ സമയത്ത് ഇന്നലെ AK സെന്ററിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് SUT ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്ന ആശുപത്രിയിലേക്ക് ഉണ്ടായിരുന്ന സമയത്ത് അതിനു മുമ്പിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പുറത്തേക്ക് വന്ന് അദ്ദേഹത്തിന് മരണം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഉയർന്ന മുദ്രാവാക്യം അത് തന്നെയാണ്. കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിൽ റോസാ പൂവേ, അങ്ങ് മരിക്കുന്നില്ല, ആര് പറഞ്ഞു മരിച്ചെന്ന് എന്ന മുദ്രാവാക്യമൊക്കെയാണ് ഉയർന്ന് വരികയും ചെയ്തിട്ടുള്ളത്. ആ മുദ്രാവാക്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. നിലവിലെന്തായാലും നമ്മളിപ്പോഴുള്ളത് അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലാണ്. ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കണ്ടാലറിയാം. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ വലിയ ഒരു ജനക്കൂട്ടം ഇപ്പോഴും ഉണ്ട്. നമ്മൾ നിരവധി മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഇവിടെ ഉള്ളപ്പോൾ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് വരികയും അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ആ ഒരു തിരക്കിലുമാണ് എന്തായാലും ഉള്ളത്. ഇവിടെ വീടിന് മുന്നിൽ നിരവധി ആളുണ്ട്. ചേട്ടാ നമസ്കാരം. ഇവിടുത്തുകാരനാണോ? എവിടെയാണ്? വർക്കല. VS-നെ എങ്ങനെയാണ് ഓർമ്മിച്ചെടുക്കുന്നത്? കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, മികച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. നമുക്കെല്ലാവർക്കും പൊതുപ്രവർത്തനത്തിൽ മാതൃക കാട്ടാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു VS മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷമായിരുന്നു. ആ കാലം ഓർത്തെടുക്കുന്നുണ്ടോ? പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് VS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. ചേട്ടാ സ്ഥലം എവിടെയാണോ? എവിടെയാ സ്ഥലം? അടുത്ത് തന്നെയാണ്. രാവിലെ വന്നു അതോ എപ്പോഴാണ് വന്നത്? രാവിലെ എത്തി. എങ്ങനെയാണ് VS-നെ ഓർമ്മിക്കുന്നത്? സമരങ്ങളുടെ നായകനല്ലേ, അതുപോലെ തന്നെ പ്രക്ഷോഭകാരികളുടെ പോരാട്ടത്തിൻ്റെ എല്ലാം സമുന്നതനായ നേതാവ്. ആ തരത്തിൽ ഇതുപോലൊരു നേതാവിനെ ഇനി കാണാൻ കിട്ടില്ല. അത്രത്തോളം വലിയൊരു കമ്മ്യൂണിസ്റ്റ്